ഈ നല്ല സന്ധ്യകൾ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 കൊരിന്ത്യർക്ക് ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യവും സംഖ്യാപുസ്തകം 22-20 മുതലും നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 22-ാം അധ്യായം അതിന്റെ 20 മുതൽ നമുക്ക് ആദ്യമായി വായിക്കാം. സ്തോത്രം. എല്ലാവരും തിരുവഴുത്തെടുത്തു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. രാത്രിയിൽ ദൈവം ബിലെയാമിന്റെ അടുക്കൽ വന്നു, ഇവർ നിന്നെ വിളിപ്പാൻ വന്നിരിക്കുന്നു എങ്കിൽ പുറപ്പെട്ട് അവരോട് കൂടെ പോകാം, എന്നാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കാര്യം മാത്രമേ ചെയ്യാവൂ എന്ന് കൽപ്പിച്ചു. ബിലെയാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ടു മോവാബ്യ പ്രഭുക്കന്മാരുടെ കൂടെ പോയി. അവൻ പോകുന്നത് കണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി നിന്നു. അവനോ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുകയായിരുന്നു. അവന്റെ 2 ബാല്യക്കാരും കൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ച് കൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കഴുത കണ്ടു. കഴുത വഴിയിൽ നിന്നും മാറി വയലിലേക്ക് പോയി. കഴുതയെ വഴിയിലേക്ക് തിരിക്കേണ്ടതിന് ബിലെയാം അതിനെ അടിച്ചു. പിന്നെ യഹോവയുടെ ദൂതൻ ഇരുപുറവും മതിലുള്ള മുന്തിരിത്തോട്ടങ്ങളുടെ ഇടുക്കു വഴിയിൽ നിന്നു. കഴുത യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ മതിലരികെ ഒതുങ്ങി ബിലെയാമിന്റെ കാൽ മതിലിനോട് ചേർത്തു ഞെക്കി. അവൻ അതിനെ വീണ്ടും അടിച്ചു. പിന്നെ യഹോവയുടെ ദൂതൻ മുമ്പോട്ട് ചെന്ന് ഇടത്തോട്ടും വലത്തോട്ടും മാറുവാൻ വഴിയില്ലാതെ ഒരു ഇടുക്കിനിടയിൽ നിന്നു. യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബിലെയാമിന്റെ കീഴെ കിടന്നു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല രാത്രിയിൽ ദൈവം താൻ സ്നേഹിക്കുന്ന മക്കളോട് വ്യക്തമായി പറയും, നിങ്ങൾ പോകേണ്ടുന്ന വഴി ഏതെന്നും നിങ്ങൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തി എന്തെന്നും നിങ്ങൾ പറയേണ്ടുന്ന കാര്യം ഇന്നതെന്നും ദൈവം അറിയിക്കും. ദൈവത്തിന്റെ ആലോചനയ്ക്ക് മറുതലിച്ച് ആരൊക്കെ നിന്നിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ ഒരു ശുഭകരമായ ഒരു അവസാനം ഉണ്ടായിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ആര് നിന്നിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ വലിയ ദൈവമഹത്വം കാണുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. കൊരിന്ത്യർക്ക് 3-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അങ്ങനെയെങ്കിൽ ബിലെയാമിനെ ദൈവം തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കാനാ. എന്നാൽ ബിലെയാമ് ബാലാക്ക് കൊടുത്തുവിട്ട ദ്രവ്യം കണ്ടപ്പോൾ ബിലെയാമിന്റെ മനസ്സ് മാറി. നശിച്ചു പോകുന്ന നന്മയെ ഓർത്ത് നീ ദൈവത്തെ മറന്ന് ജീവിക്കാൻ ശ്രമിച്ചാൽ നന്മ വരും, പക്ഷെ അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകത്തില്ല. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ്. സ്വത്രം, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. നിങ്ങളുടെ സൗമ്യത മറ്റുള്ളവർ അറിയണം. സ്വത്രം, മനസ്സ് കലങ്ങി ഭാരത്തോടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടി നടന്ന് സകലതും വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ചാൽ കുഞ്ഞെ നിനക്കത് വെട്ടിപ്പിടിക്കാൻ കഴിയും, പക്ഷേ അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ നേടിയതെല്ലാം ദൈവം എനിക്ക് തന്നതാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ മഹത്വം ദൈവത്തിന് കൊടുക്കുവാൻ നീ തയ്യാറായാൽ ഒരനർത്ഥവും വന്നു ഭവിക്കാതെ സർവശക്തനായ ദൈവം നിന്നെ അന്ത്യത്തോളം നടത്തും. നോക്ക്, ബാലാക്കിന്റെ വാക്ക് കേട്ടുകൊണ്ട് ബിലെയാമ് ദൈവജനത്തിനെതിരെ പ്രവചിക്കാനായി കടന്നു പോകുമ്പോൾ സർവശക്തനായ ദൈവം പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ്, അവർ എന്റെ ജനമാണ്. അവരെ നീ ശപിക്കരുത്. സ്വത്രം, അവരെ ഞാൻ തിരഞ്ഞെടുത്തവരാണ്. ഇന്ന് രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, ദൈവത്തിന്റെ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നീ ഒരു അനുഗ്രഹമാണെന്നാ. സ്വത്രം, അങ്ങനെയാണെങ്കിൽ നിന്നെ ശപിക്കുവാൻ ഞാൻ ആരെയും അനുവദിക്കത്തില്ല. അനുഗ്രഹമായ നീ ഒരു അനുഗ്രഹമാകും. നിന്നോട് എതിർത്ത് നിൽക്കുന്നവനെ സ്വർഗം തോൽപ്പിക്കും. നീ ജയിച്ചു പുറത്തു വരും. നിന്നെ ശപിക്കുന്നവനെ ദൈവം കൈകാര്യം ചെയ്യാതെ വിടത്തില്ല. ഈ ജീവിതയാത്രയിൽ അനേക പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആ
പ്രതികൂലമൊന്നും നിന്നെ മുക്കിക്കളയുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം നീ വിളിക്കുന്ന ദൈവമേ കേൾപ്പാൻ കഴിയുന്ന ദൈവമാ, നിന്റെ കണ്ണുനീര് കാണുവാൻ കഴിവുള്ള ദൈവമാ, നിന്റെ ഹൃദയത്തിലെ തേങ്ങലുകളെ തിരിച്ചറിയുന്ന ദൈവമാ. ആ ദൈവം നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ വാഗ്ദത്തത്തെ നിവർത്തി നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തും. കുഞ്ഞൻ, ലോകം പറയുന്നത് കേട്ട് ലോകർ കാണിക്കുന്ന പിന്നാലെ പോകാതെ ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം നിന്നേക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠം എണ്ണിക്കൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി നീ മാത്രം മതി എന്ന് പറയുവാൻ ആര് തയ്യാറാകുമോ അവരോടുകൂടെ സർവശക്തൻ ഇരിക്കും. അവൻ പോകുന്നിടത്ത് ശുഭമായിരിക്കും, സുഖമായിരിക്കും. ദൈവത്തിന്റെ വചനത്തെ തള്ളി, ദൈവത്തിന്റെ ആലോചന തള്ളി ആര് എവിടെ പോയിട്ടുണ്ടോ അവർ ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി ജീവിക്കുമെന്ന് പറഞ്ഞ് കർത്താവിന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അവരെല്ലാം ദൈവ മഹത്വം കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ കഷ്ടതയുടെ നാളുകൾ കടന്നു പോകേണ്ടി വരത്തില്ല. സന്തോഷത്തിന്റെ, ഉല്ലാസത്തിന്റെ, ജയത്തിന്റെ പാട്ട് അവന്റെ നാവിൽ കൊടുക്കും. അവൻ ആഗ്രഹിക്കുന്ന ശുഭഭാവിയിലേക്ക് സ്വർഗം അവനെ ഉയർത്തിക്കൊണ്ടുവരും. വ്യക്തമായി പറയട്ടെ, ലോകത്തിന്റെ സുന്ദര മോഹന വാഗ്ദാനങ്ങൾ കാണുമ്പോൾ സ്തോത്രം അതിന്റെ പിന്നാലെ പോകുന്ന ഒരു വ്യക്തിയും ലോകത്തിൽ സുഖമായ ഒരു പര്യവസാനം കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ ഒന്നുമില്ല, സകലതും ദൈവം തന്നതാണ്, ദൈവത്തിന്റെ നീതിയാണ്, ഞാനും എന്റെ കുഞ്ഞുങ്ങളും കുടുംബവും ഈ ഭൂമി നിലനിൽക്കുന്നു പറഞ്ഞ് മഹത്വം ദൈവത്തിന് കൊടുക്കാൻ ആരൊക്കെ തയ്യാറായിട്ടുണ്ടോ അവരെല്ലാം ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ആയുസ്സിന്റെ മധ്യത്തിൽ അവർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടിട്ടില്ല. ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ അവന്റെ മക്കളെയും അവൻ കണ്ട് സമാധാനത്തോടെ കിടന്നുറങ്ങി ദൈവരാധിച്ച് ചെന്ന് ചേരും. ഈ കാലയളവിൽ സർവശക്തനായ ദൈവം കഴിപ്പാൻ ആഹാരവും ഉടുപ്പാൻ വസ്ത്രവും ജീവിപ്പാൻ ദൈവകൃപ തന്ന് നിന്നെ വഴി നടത്തും. ഒരു രോഗം നിന്നെ കടന്നുപിടിക്കാൻ സമ്മതിക്കത്തില്ല, ഒരു ശാപം നിന്നെ ബന്ധിക്കാൻ സമ്മതിക്കത്തില്ല, നിന്റെ സന്തതി ആഹാരം ഇറക്കാൻ സമ്മതിക്കത്തില്ല, നീ തെരുവിൽ കിടക്കുവാൻ സമ്മതിക്കത്തില്ല. സർവശക്തനായ ദൈവത്തിന്റെ ഉള്ളങ്കരത്തിൽ നീ ഉപയോഗിക്കപ്പെടുന്നവനായി മാറും. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ തലങ്ങൾ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുവാനേ തീരും. എന്നാൽ ലോകം പറയുന്നത് കേട്ട് പിശാച് കാണിക്കുന്ന മോഹന വാഗ്ദാനങ്ങളെ കണ്ടുകൊണ്ട് ദൈവത്തെ മറന്ന് ദൈവദാസന്മാരെ തള്ളി, ദൈവസഭയെ തള്ളി, ദൈവത്തിന്റെ ആലോചന വ്യതിചലിച്ച് ലോകത്തിലേക്ക് പോയാൽ കുഞ്ഞ് നീ ആഗ്രഹിക്കുന്ന അളവിൽ ഒരു സന്തോഷമോ സമാധാനമോ നിനക്ക് ലഭിക്കത്തില്ല. നോക്ക്, സർവശക്തനായ ദൈവം ദൈവത്തിന്റെ ദാസനായ ബിലാമോട് പറഞ്ഞില്ല, അവരെന്റെ ജനമാണെന്ന്. അവരുടെ പിറുപിറുപ്പുണ്ട്, അവരുടെ കണ്ണുനീരുണ്ട്, അവരുടെ നിലവിളിയുണ്ട്. പക്ഷേ അവർ ദൈവത്തിൽ ആശ്രയിച്ച ജനമായതുകൊണ്ട് ദൈവം അവരെ തള്ളിക്കളഞ്ഞില്ല. സ്തോത്രം. തിരുവഴുത്ത് നാം പഠിച്ചാൽ സ്തോത്രം നോക്ക്, ഇസ്രായേലും മരുഭൂമിയിൽ നടന്നു വരുമ്പോൾ സ്തോത്രം മോശയ്ക്കും അഹരോനും ദൈവത്തിനും വിരോധമായി പിറുപിറുത്തു എന്ന് തിരുവഴുത്തിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനത്തോടെ ദൈവാത്മാവ് പറയുക, അവർ 10 പ്രാവശ്യം എന്നെ തള്ളിക്കളഞ്ഞു. സ്വന്തം. അതുകൊണ്ട് ദൈവം പറയാം, മോശെ ഈ ജനത്തെ ഞാൻ നശിപ്പിക്കും, ഈ ജനത്തെ ഞാൻ വാഗ്ദത്തത്തിൽ എത്തിക്കത്തില്ല. ഇവർ അകൃത്യം നിറഞ്ഞ ജനമാണ്, ഇവർ പാപം നിറഞ്ഞ ജനമാണ്, ഇവരെ വാഗ്ദത്തത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഞാൻ ഇവരെ ഇവിടെ നശിപ്പിക്കും. Praise the Lord. ഈ രാത്രിയിൽ ഈ മെസ്സേജുകൾക്ക് നിങ്ങളോട് പറയട്ടെ, എന്റെ കർത്താവ് കഷ്ടതയിൽ നിന്ന് നിങ്ങളെ വിളിച്ചു വേർതിരിച്ച് സന്തോഷത്തിന്റെ കാലത്തിലേക്ക് നടത്തുവാൻ കൊണ്ടുവന്നിട്ട് വഴിയിൽ വെച്ച് നശിപ്പിക്കുമെന്ന് മോശയോട് പറയുമ്പോൾ സ്തോത്രം, മോശ ദൈവത്തിന്റെ സന്നിധിയിൽ ഇടിവിൽ നിന്നിട്ട് ഒരു കാര്യം പറയുന്നത് നാം സംഖ്യാപുസ്തകം പഠിച്ചാൽ അവിടെ കാണാൻ കഴിയും. എന്റെ ദൈവമേ, അടിമ വീടായ മിസ്രയീമിൽ നിന്ന് ഈ ജനത്തെ കൊണ്ടുവന്നപ്പോൾ നീ ചെയ്ത വാഗ്ദത്തത്തെ മറന്ന് വഴിയിൽ വെച്ച് ഈ ജനം നശിച്ചു പോയാൽ വരും തലമുറ നിന്നെ സേവിക്കാൻ കഴിയാതെ അവർ നിന്നിൽ അകന്നു പോകും. അതുകൊണ്ട് നീ മനഃപൂർവ്വമായി എന്റെ പ്രാർത്ഥന കേട്ട് ഈ ജനത്തെ വിടുവിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വർഗം അനുദപിച്ചെങ്കിൽ ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന കൂടപ്പുറപ്പുകളെ, നിങ്ങൾക്കെതിരെ ശത്രു ഏതെല്ലാം നിലവാരത്തിൽ വാട കോരിയാലും നിങ്ങളുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, സ്വർഗത്തിലെത്തിയാൽ നിങ്ങൾക്ക് വരുത്തുമെന്ന് പറഞ്ഞ് വിപത്തിനെ സ്വർഗം എടുത്തു മാറ്റി നിങ്ങളുടെ കണ്ണുനീരിനെ ആനന്ദമാക്കി ജയത്തോടെ നിങ്ങളെ കരം പിടിച്ചു നടത്തും. സ്തോത്രം. ഹൃദയം നുറുങ്ങി, സ്തോത്രം,
ഹൃദയം നുറങ്ങി ദൈവത്തിന്റെ സ്ഥലം ആരൊക്കെ കരഞ്ഞിട്ടുണ്ടോ അവരെല്ലാം ദൈവത്തിന്റെ മഹത്വം കണ്ടിട്ടുണ്ട്. പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ എങ്ങനെ സന്തോഷിക്കാൻ കഴിയുമെന്ന് ഒരു പക്ഷെ നമുക്ക് തോന്നാം. പക്ഷേ നടത്തിയ വിധങ്ങളും കരുതിയ നന്മകളും ഓർത്താൽ സന്തോഷിക്കും. സ്വത്രം. വന്ന വഴിയിൽ അനേകർ വീണു. സ്വത്രം. അനേകർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ നീയും നിന്റെ കുഞ്ഞുങ്ങളും വീഴാതെ വണ്ണം നിന്നത് ദൈവത്തിന്റെ കൃപയാണെന്ന് ആ നിമിഷം നിനക്ക് ഓർമ്മ വരും. അതുകൊണ്ട് ദൈവത്തോട് കൂടെ വസിപ്പാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ കഷ്ടങ്ങൾ നീങ്ങും, നിങ്ങളുടെ കണ്ണുനീര് മാറും, നിങ്ങൾ അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ നടന്നെടുക്കും. വ്യക്തമായി പറയട്ടെ, ഇത് ദുഷ്കാലമാണ്. സ്വത്രം. ഈ കാലത്ത് സ്വത്രം നിനക്ക് നിൽപ്പാൻ ഇത്തിരി പ്രയാസമാണ്. അതുകൊണ്ട് ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. സ്വത്രം. ലഭിക്കുന്ന സമയം ദൈവത്തിന് മഹത്വം കൊടുക്കണം. ലഭിക്കുന്ന സമയം ദൈവത്തെ പിൻപറ്റണം. അങ്ങനെയെങ്കിൽ വഴിയിൽ പതിയിരിക്കുന്ന ഒരു പതിയിരിപ്പ് ശക്തിയും നിന്നെ നിന്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുവാൻ ഇടവരത്തില്ല. സ്തോത്രം. ബിലെയാം നോക്ക്, ബാലാക്കോട് പറയുന്ന ഒരു കാര്യം, അവർ തനിച്ച് പാർക്കുന്ന കൂട്ടമാണ്. അവരെ ശപിക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. സ്വത്രം. ദൈവം എന്നെ അനുവദിക്കാത്തത് ഞാൻ ചെയ്യത്തില്ല. സ്വത്രം. ഞാൻ വ്യക്തമായി പറയട്ടെ, നിന്നെ വിളിച്ച് ഇവിടത്തോളം കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നിന്റെ മേലുള്ള വാഗ്ദത്ത നിവർത്തിയും തന്ന് അവൻ നിന്നെ ഭൂമിയിൽ അനുഗ്രഹിച്ച് മാനിക്കും. അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്നു, കർത്താവേ, കഴിഞ്ഞ 25 വർഷമായി നീ എനിക്ക് തരാം 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 തരാമെന്ന് പറഞ്ഞ് ഞാൻ അത് കേട്ട് നീ പറഞ്ഞ പ്രകാരം യാത്ര ചെയ്തവനാ. സ്വത്രം. എന്നിട്ടും എന്റെ മേലുള്ള വാഗ്ദത്ത നിവർത്തി നീ വെളിപ്പെടുത്തിയില്ലല്ലോ. സ്തോത്രം. ഈ നല്ല രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളോട് പറയട്ടെ, ആണ്ടുകൾ കഴിയും മുമ്പേ ജീവിപ്പിക്കാമെന്ന് പറഞ്ഞ സർവശക്തൻ അബ്രഹാമോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മോനെ, നീ ആ കൂടാരത്തിനകത്തിരുന്ന് പെറുപെറുക്കാതെ നീ പുറത്തു വാ. സ്തോത്രം. നീ പുറത്തു വാ. നീ അകത്തിരുന്നോണ്ട് കുറ്റം പറയാതെ, അകത്തിരുന്നോണ്ട് പെറുപെറുക്കാതെ, അകത്തിരുന്നോണ്ട് കരയാതെ നീ പുറത്തു വാ. ദൈവത്തിന്റെ അനുഗ്രഹം നിനക്ക് വേണോ? ദൈവത്താൽ നിനക്ക് യാത്ര ചെയ്യണമോ? ആരോഗ്യത്തിലും ബലത്തോടെ ഇരിക്കണമോ? വീടിനകത്ത് കയറി ഇരുന്ന് കരയല്ല, കണ്ണുനീരൊഴുക്കി ദൈവപാദത്തിൽ പ്രാർത്ഥിച്ച ശേഷം പുറത്തു വരണം. എന്നിട്ട് പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാ. ഞാൻ നിന്നതല്ല, ദൈവം എന്നെ നിർത്തിയതാ. അത് കേൾക്കുമ്പോൾ ശത്രു വിറയ്ക്കും. ശത്രു വിറയ്ക്കും. നോക്ക്, വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിന്റെ മുമ്പിൽ ദാവീദ് ധൈര്യത്തോടെ നിന്നത് ഗോലിയാത്തിന്റെ ആ അഭ്യാസത്തിന്റെ കാലപ്പഴക്കം നോക്കിയിട്ടല്ല, കർത്താവ് പറഞ്ഞ വാഗ്ദത്തം കേട്ടട്ടാ. സ്തോത്രം. നിന്റെ ശത്രുവിനെ നിന്റെ പാദപീഠമാക്കുമെന്ന്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിന്റെ പരിശുദ്ധൻ എന്നോട് കൂടെ ഇരിക്കുന്നിടത്തോളം കാലം ഒരു ശത്രുവും എന്നെ ജയിക്കത്തില്ല. അത് വിശ്വസിക്കണം സഹോദരങ്ങളെ. സ്വത്രം. ഒരു ശത്രുവും നിന്നെ ജയിക്കാതെ ഇരിക്കണമെങ്കിൽ ശക്തനായ ദൈവത്തിന്റെ ബലമുള്ള കാര്യത്തിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. നോക്ക്, ദാവീദ് പറയുക, ഗോലിയാത്തേ, നീ കിടന്നു തുള്ളണ്ട. സ്തോത്രം. നിന്റെ മുമ്പിലുള്ള പർവ്വതസമമായ പ്രശ്നങ്ങളെ ഞാൻ സമഭൂമിയാക്കി മാറ്റി നിന്നെ ഉയർത്തി മാനിക്കും. വ്യക്തമായി പറയട്ടെ, ബാലാക്ക് പറഞ്ഞ വാക്ക്, സ്വത്രം. ബിലെയാം കേട്ടപ്പോൾ ബാലാക്കിന് ബിലെയാമിന്റെ ദേഷ്യമാ വന്നത്. സ്വത്രം. ഈ രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പാൻ നീ തയ്യാറാകുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കരഞ്ഞു വിളിച്ച് നടക്കേണ്ടി വരത്തില്ല. സ്തോത്രം. നിന്നേക്കാൾ ശ്രേഷ്ഠന്മാർ, നിന്നേക്കാൾ ഉന്നതന്മാർ, ധനശാലികൾ, പണശാലികളൊക്കെ നിനക്കെതിരെ വാടകോരി എഴുന്നേറ്റ് വരും. നീ ജയിക്കത്തില്ല, നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തില്ല, നിന്റെ കുടുംബത്തിൽ നന്മ കാണത്തില്ല, നീ ശാപിക്കപ്പെട്ടവരും ശപിക്കപ്പെട്ടവരായി മാറ്റപ്പെടും എന്ന് പറഞ്ഞ് നിനക്കെതിരെ വാദിക്കുമ്പോൾ കുഞ്ഞെ ഭയപ്പെടാതെ ദൈവസന്നിധിയിൽ മുഴങ്കാല് മടക്കി ദൈവമുഖത്തേക്ക് നോക്കിയിട്ട് വേണം, ഈ പിശാചിനെ ജയിക്കാനുള്ള കൃപ നീ എനിക്ക് തരണമേ. സ്തോത്രം. തിരുവെഴുത്ത് നാം പഠിച്ചാൽ വ്യക്തമായ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ.
സ്തോത്രം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്നെ തകർക്കുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. കാരണം നിന്നോട് കൂടെയുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ. മാതാവേ, പിതാവേ, കൂടെ പുറപ്പേ, നിന്നെ വിളിച്ച ദൈവം നിന്നെ വഴിയിലിട്ടു പോകത്തില്ല. നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വത്തിലേക്ക് നീ ഉയർത്തപ്പെടും. അങ്ങനെ ഉയർത്തപ്പെടേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കാര്യത്തിൽ നിന്നെ താഴ്ത്തി കൊടുത്താൽ മതി. വ്യക്തമായി പറയട്ടെ, ഞാൻ ഒന്നുമില്ല, എനിക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവമേ നീ തന്നതാണെന്ന് സ്തോത്രം ദാവീദ് ദൈവസന്നിധി പറഞ്ഞെങ്കിൽ സ്വർഗത്തെ ദൈവം അവന്റെ തലമുറയെ മാനിപ്പാൻ ഇടയായി തീർന്നത് പോലെ ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം കാണേണ്ടതിന് പൂർണ്ണമായി ദൈവകാര്യത്തിൽ നിങ്ങളെ വിട്ടുകൊടുക്ക്. പിശാചലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങെടുത്ത് ചൂടാടി സഞ്ചരിക്കുമ്പോൾ പിശാചിന്റെ കെണിയിൽ വീണ് തകർന്നു പോകാതെ ഇരിക്കേണ്ടതിന് നീ ഒരു അനുഗ്രഹമായി മാറുവാൻ ദൈവത്തിന്റെ ബലമുള്ള കാര്യത്തിൽ നിന്നെ വിട്ടുകൊടുക്ക്. സംഖ്യാ പുസ്തകം സ്തോത്രം 23-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? സ്തോത്രം. ബിലെയാമ് ബാലാക്കിനോട് പറയുകയാണ്, ദൈവം ശപിക്കാത്തവനെ എനിക്കെങ്ങനെ ശപിക്കാൻ കഴിയും? കുഞ്ഞേ, നിന്നെ വിളിച്ച ദൈവം നിന്നെ ശാപത്തിലാക്കി കഷ്ടത്തിലൂടെ കടത്തിവിടാനല്ല, ജയത്തോടെ തല ഉയർത്തി നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് പറയാനാ. അങ്ങനെങ്കിൽ അതിന് നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് നിനക്കെതിരെ വാദിച്ചെഴുന്നേറ്റ് വരുന്ന സകല പൈശാചികന്റെ മണ്ഡലങ്ങളെ സ്വർഗം നിന്റെ മുമ്പിൽ തകർക്കും. നമുക്ക് ബിലെയാം പറയാ, യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ശീലാഗ്രാമങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. Praise the Lord. ഈ നല്ല രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, കുഞ്ഞെ, നീ ഒരു പക്ഷേ ഇപ്പോൾ തനിച്ചായിരിക്കും. നിന്റെ അപ്പ നിന്നെ സ്നേഹിക്കാൻ ഉണ്ടായിരിക്കത്തില്ല, നിന്റെ അമ്മ നിന്നെ സ്നേഹിക്കാൻ ഉണ്ടായിരിക്കത്തില്ല, നിന്റെ കൂടപ്പുറപ്പോൾ നിന്നെ സ്നേഹിക്കാൻ ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ നീ വിശ്വസിച്ച ദൈവമുണ്ടല്ലോ നിന്നോട് കൂടെ ഉണ്ടാകും. സ്തോത്രം. നീ വിശ്വസിച്ച ദൈവമുണ്ടല്ലോ നിന്നെ അന്ത്യത്തോളം വഴി നടത്തും. നിന്റെ ദൈവമുണ്ടല്ലോ അവൻ വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം അതിന്റെ പൂർണ്ണതയിൽ നമ്മളുടെ തോപ്പിൽ വെളിപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവത്തിന് മനസ്സായെങ്കിൽ ഇന്ന് രാത്രികാലം നീ സേവിക്കുന്ന ദൈവം നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ തന്ന് നിറപ്പാൻ മനസ്സുള്ളവനാ. പക്ഷേ ദൈവ ഇഷ്ടം ചെയ്യുവാൻ നീ നിൽക്കണം. ബിലെയാമിനെ പോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുകയും സാഹചര്യങ്ങൾക്കനുസരിച്ച് വാക്ക് മാറ്റി പറയുകയും ചെയ്യുന്ന സ്വത്രം ഒരു മാനുഷിക സ്വഭാവത്തിനുടമയാകാതെ ദൈവത്തിന്റെ മനോഭാവമുള്ളവനായി ദൈവത്തിന്റെ കാര്യത്തിൽ നിന്നെ വിട്ടുകൊടുത്ത് കണ്ണുനീരോടെ ദൈവപാദപ്പെടുത്തി നിന്നെ താഴ്ത്തി കൊടുക്കാമെങ്കിൽ സന്തോഷത്തോടെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. സ്തോത്രം. വലിയ പാടാ. സ്തോത്രം. നമ്മളെല്ലാം പെട്ടെന്ന് പണക്കാരാകാൻ ആഗ്രഹിക്കുന്നവരാ. സ്വത്രം. നല്ല കാര്യമാ. സ്വത്രം. നിന്റെ കൈകളുടെ അധ്വാന ഫലം നാട്ടുകാർ തിന്നുമെന്നല്ല പറഞ്ഞത്, നീ തിന്നുമെന്ന്. അങ്ങനെയാണെങ്കിൽ ആവതുള്ള കാലത്ത് ഇത്തിരി പണം ഉണ്ടാക്കിയാൽ ആവതില്ലാത്ത കാലത്ത് അത് തിന്ന് ജീവിക്കാമെന്ന നമ്മുടെ ചിന്ത. പക്ഷേ ദൈവം തരാത്ത പണം നീ അധ്വാനം ചെയ്ത് നീ ഉണ്ടാക്കിയെടുത്താൽ തിന്നാനുള്ള ഭാഗ്യം കാണത്തില്ല. സ്വത്രം. ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വൈദ്യന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്തിനു പറയുന്ന അപ്പനെയും അമ്മയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കുഴപ്പം നിന്റെ കയ്യിലാ. കാരണം നീ ദൈവത്തെ മറന്ന് ജീവിച്ചെന്റെ കൂലിയാണ് നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്വത്രം. ദൈവദാസനെ കുറ്റം പറഞ്ഞെന്റെ കൂലിയാണ് നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദൈവസഭയെ മാറി നിന്ന് അപമാനിച്ചെന്റെ കൂലിയാണ് നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മിണ്ടാതെ ഇരുന്ന് ദൈവം എന്നറിയുവാൻ നീ നിന്നെ തന്നെ താഴ്ത്തി ദൈവത്തിന്റെ കാര്യത്തിൽ കൊടുത്താൽ ഒരനർത്ഥവും നിനക്ക് വരത്തില്ല. Praise the Lord. Praise the Lord. എന്തുകൊണ്ടാണ് ബിലെയാമിനെ കഴുത വഴിയിൽ തടഞ്ഞത്? എന്തുകൊണ്ടാണ് ദൂതൻ ബിലെയാമിനെ വഴി തടഞ്ഞത്? എന്തുകൊണ്ടാണ് അവൻ മുന്നോട്ട് പോകാതെ അവന്റെ കാലിന് വേദന സംഭവിച്ചത്? സ്തോത്രം. അവൻ പോകുന്നത് ദൈവത്തിന്റെ വാക്ക് കേട്ടതല്ല, ദ്രവ്യാഗ്രഹമൂത്തട്ട. സ്തോത്രം.
അവന്റെ ലക്ഷ്യം ലോകത്തിന്റെ നന്മയാണ്. പക്ഷെ സർവശക്തനായ ദൈവം പറഞ്ഞ് നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം, ചോദിക്കാതെ. ദൈവം നിനക്ക് തന്നാൽ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് തന്നാൽ, നിന്റെ കുടുംബത്തിൽ തന്നാൽ, കുഞ്ഞേതാരും കൊണ്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. പക്ഷെ അധികം ദ്രവ്യം കണ്ടപ്പോൾ ബിലെയാമിന്റെ മനസ്സ് മാറിയെങ്കിൽ സർവശക്തനായ ദൈവം അവനെ മുൻപോട്ട് വിടാതെ വഴിയിൽ തടുത്തിട്ട് പോലും അതിനെ വകവയ്ക്കാതെ അവൻ ദൈവജനത്തിനെതിരെ പ്രവചിക്കാനായി പോയത് കൊണ്ട് ബിലെയാമിന്റെ ജീവിതത്തിൽ താൻ ആഗ്രഹിച്ചത് തനിക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞില്ല. വ്യക്തമായി പറയട്ടെ, സർവശക്തന്റെ സന്നിധിയിൽ നീ നിൽക്കുമ്പോൾ നിന്റെ വിദ്യാഭ്യാസത്തിന്റെ പവറും നിന്റെ പണത്തിന്റെ പവറും അതുപോലെ നിന്റെ ആൾബലത്തിന്റെ മഹത്വം കാണാതെ ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ദൈവസന് നിന്നെ ഒന്ന് താഴ്ത്തിക്കൊടുത്താണല്ലോ നീ നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. അത്രം കനാൻ നാട് ഉറ്റുനോക്കാൻ പോയപ്പോ 12 പേരാ പോയത്. അതിൽ 2 പേര് മാത്രമാണ് ഒരു വാക്ക് പറഞ്ഞത്, സ്വത്രം. 10 പേരും പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റത്തില്ല, നമ്മൾ അവിടെ മുമ്പിൽ വെട്ടിക്കിളികളെ പോലെ, നമ്മൾ തോറ്റുപോകത്തേ ഉള്ളു, ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകണ്ട, സ്വത്രം. പക്ഷേ കാലേബും യോശുവയും പറഞ്ഞത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല, സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ. സഹോദരങ്ങളെ, സർവശക്തനായ ദൈവത്തിലാണ് നീ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുന്നെങ്കിൽ കുഞ്ഞെ നീ തോൽക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ആഗ്രഹിച്ച ദൈവമഹത്വത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിക്കും. ഞാൻ വ്യക്തമായി പറയട്ടെ, യോശുവ തന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ലോകത്തെ നോക്കി വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. വഴിയിൽ അനേകർ വീണപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൂട്ടാളിയും വീഴാതെ ഈ നാട്ടോളം കൊണ്ടുവന്നെങ്കിൽ, ഇവിടുത്തോളം കൊണ്ടുവന്നെങ്കിൽ അത് എന്റെ മിടുക്കല്ല, എന്റെ കഴിവല്ല, എന്റെ ദൈവത്തിന്റെ കരുണയാ. സ്തോത്രം. ആ കരുണ എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ പരാജയപ്പെട്ടു പോകത്തില്ല. അതുകൊണ്ട് എന്തുകൊണ്ട്? ദൈവം എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും വഴിയിൽ വീഴാതെ വാഗ്ദത്ത നാട്ടു വരെ എത്തിച്ചത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നടത്തുന്ന വിധങ്ങളും കരുതുന്ന നന്മകളും ഓർത്ത് നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. സ്വത്രം. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ മനോഭാവം ഉണ്ടാവണം. നിന്റെ ഇല്ലായ്മകളുടെ നടുവിൽ മറ്റുള്ളവരെ തുറന്നു മോഷ്ടിക്കാതെ ദൈവത്തിന് മുഴങ്കാലും അടക്കണം. നിന്റെ കണ്ണുനീരിന്റെ താഴ്വാരങ്ങളിൽ നീ മറ്റുള്ളവരെ നോക്കി പിറുപിറുക്കാതെ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ കൂട്ടുകാരിൽ ഫലമായി സ്വർഗം നിന്നെ നിന്റെ കുഞ്ഞുങ്ങളെ നിറച്ചു മാനിക്കും. വ്യക്തമായി പറയട്ടെ, യോശുവ പറഞ്ഞത് അതാണ്. സ്വത്രം. മരുഭൂമിയിൽ അറിയാത്ത മന്ന കൊണ്ടാ ദൈവം ഞങ്ങളെ പുലർത്തിയത്. സ്വത്രം. മിശ്രൈമിന്റെ അടിമത്വത്തിൽ നരകയാതന അനുഭവിക്കുമ്പോൾ, വിടുവിപ്പാൻ ആരുമില്ലാതെ ഇരിക്കുമ്പോൾ വിടുവിക്കാൻ കഴിയുന്ന ദൈവമേ വിടുതലുമായി കടന്നു വരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന ഉയരത്തിൽ നിന്ന് കേട്ട് ഞങ്ങളെ വിടുവിച്ച് മരുഭൂമിയിൽ പട്ടുപോകാതെ ഇവിടുത്തോളം കൊണ്ടുവരുവാൻ ദൈവത്തിന് മനസ്സായതുകൊണ്ട് ഞാനും എന്റെ കുടുംബവും സ്വത്രം കൂടെ നിന്നോട് പറയാ, നിങ്ങൾ സേവിച്ച ദേവന്മാർ ഇപ്പോഴും അക്കരെ ഉണ്ട്. സ്വത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടേക്ക് മടങ്ങിപ്പോകാം. സ്വത്രം. അവിടെ ഇഷ്ടംപോലെ നന്മയുണ്ട്. പക്ഷെ അത് അനുഭവിച്ചാൽ ഞാനും പരാജയപ്പെടും. അതുകൊണ്ട് ദൈവം തരുന്നത് മതി എനിക്ക്. അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സേവിക്കും. Praise the Lord. ഓ, പണത്തിന്റെ പുറകെ ഭ്രാന്ത് പിടിച്ചോടി ഒടുവിൽ ഇല്ലാത്ത കള്ളക്കടം വലിച്ചു വെച്ച് ജീവിതത്തിൽ എന്നും കണ്ണുനീരും കഷ്ടതയും നിലവിളിയും അതിന്റെ പേരിൽ പിന്നീട് വരുന്ന മാനസിക അസ്വസ്ഥങ്ങളും പിന്നീട് വരുന്ന രോഗത്തിന്റെ അനുഭവങ്ങളും നഷ്ടങ്ങളും കഷ്ടങ്ങളും വന്നിട്ട് അയ്യം വിളിക്കാതെ ദൈവം തരുന്ന നന്മയുടെ പുറകെ സന്തോഷത്തോടെ പ്രാർത്ഥന കഴിച്ചുകൊണ്ട് ദൈവത്തെ പിൻപറ്റുവാൻ നീ തയ്യാറായാൽ ദൈവത്തിന്റെ വചനം നിന്നെ ജീവിപ്പിക്കും. സ്വത്രം. നിന്റെ പോക്കറ്റ് കാലിയാവാൻ ദൈവം അനുവദിക്കത്തില്ല. കുറഞ്ഞു എന്ന് കാണുമ്പോൾ അടുക്കലേക്ക് വന്ന് ദൈവം നിറയ്ക്കും. ദൈവത്തിന്റെ വചനം പറയുന്ന ഇങ്ങനെ, മക്കൾ യഹോവ നൽകുന്ന ദാനം. സ്വത്രം. മക്കൾ യഹോവ നൽകുന്ന ദാനം, ഉദരഫലം
അവൻ നൽകുന്ന പ്രതിഫലം. നീതിമാന്റെ സന്തതി ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നെ കേൾക്കുന്ന ഈ മെസ്സേജുകൾക്ക് നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് മക്കളെ തന്നത് ദൈവമാണെങ്കിൽ അവർക്ക് വേണ്ടി കരുതുവാനും ദൈവത്തിനറിയാം. നിങ്ങൾക്കൊരു കുടുംബം തന്നത് ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് വേണ്ടത് തരുവാൻ ദൈവത്തിനറിയാം. നിങ്ങൾക്കൊരു ഭവനം തന്നെങ്കിൽ ആ ഭവനത്തിനകത്ത് ആവശ്യമുള്ളത് എന്താണെന്ന് അറിഞ്ഞ് ദൈവം നിങ്ങളുടെ കരുത്തിൽ തന്ന് നിങ്ങളെ നിറയ്ക്കും. അതുകൊണ്ട് ലോകത്തിലേക്ക് നോക്കാതെ ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് അവൻ പറയുന്ന പ്രകാരം ഭയപ്പെട്ടുകൊണ്ട് യാത്ര ചെയ്യണം. നിന്റെ ഭവനത്തിനകത്ത് സ്തുതിയും ആരാധനയും ഉയരണം. നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന് മഹത്വം ഉണ്ടാവണം. ഈ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരും പറഞ്ഞ് ദൈവത്തെ ആരാധിപ്പാൻ നീ തിടുക്കത്തോടെ ഒരുക്കത്തോടെ ദൈവസന്നിധി കടന്നു വന്നാൽ നിന്നെ വഴിയിൽ പതിയിരിക്കുന്ന ഒരു പതിയിരിപ്പ് ശക്തിയും തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. വീട് കടന്ന് അയ്യം വിളിച്ചിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ഇത്രയും കാലം ഉപവസിച്ചിട്ട്, ഞാൻ ഇത്രയും കാലം ആലയത്തിൽ പോയിട്ട്, ഇത്രയും കാലം ഞാൻ സ്വോത്ര കാഴ്ച കൊടുത്തിട്ട് എന്റെ കണ്ണുനീരിന് മറുപടിയില്ല. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊക്കെ സംഭവിക്കുമായിരുന്നു. അവിശ്വാസി, വിശ്വസിക്ക്. ദൈവം ഉള്ളത് കൊണ്ടാ നീ ഭൂമിയുടെ മുഴുവൻ ഇന്ന് നിൽക്കുന്നത്. സ്വത്രം ദൈവം നിന്നെ സൂക്ഷിച്ചത് കൊണ്ടാ നീ നടന്നു വന്ന വഴിയിൽ പിശാച് നിന്നെ പിടിക്കാഞ്ഞത്. ദൈവം നിന്നെ തന്റെ ചിറകിനെ മറച്ചത് കൊണ്ടാ പാഞ്ഞുപോയ വാഹനം നിന്റെ മുതുകത്ത് വേറാഞ്ഞത്. സ്വത്രം ദൈവം ഉണ്ടോ എന്ന് 10 രൂപ കുറഞ്ഞുപോയി, ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസ് ഇല്ല, അപ്പോഴാ ചോദിക്കുന്നത് ദൈവം ഉണ്ടോന്ന്. കുഞ്ഞെ, നീ ജീവിക്കുന്നത് ദൈവത്തിന്റെ കൃപയിലാണെന്ന് മനസ്സിലാക്കിയിട്ട് ദൈവത്തെ കുറ്റം പറയാതെ ദൈവത്തിനോട് കൂടെ നില്ല. നീ എന്ത് ചോദിച്ചാലും 100 മടങ്ങ് തന്ന് സ്വർഗത്തിലെ നിറയ്ക്കും. നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. സ്വത്രം ഇപ്പൊ നന്മ വരുന്നുണ്ട്, പക്ഷെ പോകുന്ന വഴി എങ്ങനെയാണെന്ന് അറിയുന്നില്ല. സ്വത്രം നന്മ വരുന്നുണ്ട്, അത് എങ്ങനെ പോകുന്നെന്ന് പറയത്തില്ല, അതങ്ങ് പോവുക. ഒടുവിൽ കിടന്ന് അയ്യം വിളിച്ചിട്ട് തെക്കും വടക്കും കിഴക്കും പറഞ്ഞ് ഓടി നടക്കുക. സ്വത്രം ഒടുവിൽ വന്നില്ലേ, ആ രക്തസ്രാവക്കാരത്തിയായ സഹോദരി വന്നതുപോലെ ഒടുവിൽ വരും. എവിടെയാ? ദൈവദാസന്റെ അടുക്കലേക്ക്. രക്തസ്രാവക്കാരത്തി വന്നത് കർത്താവിന്റെ അടുക്കലേക്കാ. സ്വത്രം നീ വന്നതോ ദൈവദാസന്റെ അടുക്കലേക്കാ. വന്നിട്ട് പറയാ, ദൈവദാസനെ ഒന്ന് പ്രാർത്ഥിക്ക്. എന്നാ പറ്റി സഹോദര, എന്നാ പറ്റി സഹോദരി? ഒന്നും പറയണ്ട, എല്ലാം പോയി. കുഞ്ഞെ, എല്ലാം ഉള്ളപ്പോ നീ ദൈവത്തെ അന്വേഷിച്ചു. എല്ലാം ഉണ്ടായിരുന്നപ്പോ നീ ദൈവസന്നിധി ഒരു നിമിഷം മുഴങ്ങൽ വിളക്കാൻ തയ്യാറായോ? അന്ന് നീ പറഞ്ഞൊരു വാക്കുണ്ട്, പണമുണ്ടെങ്കിൽ എല്ലാം നേടാമെന്ന്. ഇപ്പൊ ആ പണം തന്നെ നിനക്ക് ശാപമായി തീർന്നില്ലേ? കുഞ്ഞെ, പണം സമ്പാദിക്കുന്നത് ദൈവത്തിന് കുറ്റമല്ല. സ്വത്രം നല്ല വീട് വെക്കുന്ന ദൈവസന്നിധി കുറ്റമല്ല. നല്ല വാഹനമാക്കുന്ന ദൈവസന്നിധി കുറ്റമല്ല. സ്വത്രം നിന്റെ മക്കൾ അമേരിക്കയിലും പേർഷ്യയിലും പോകുന്നത് ദൈവസന്നിധി കുറ്റമല്ല. പിന്നെ എന്താണ് ദൈവത്തിന്റെ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം തന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാതെ നീ ലോകത്തിൽ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന കാണുമ്പോൾ ദൈവത്തിന് നിന്നോട് കരുണ തോന്നത്തില്ല. അങ്ങനെ ദൈവത്തിന്റെ കരുണ നിന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ നിന്നെ കൊണ്ടുപോകുന്ന ഒരു പിശാചുണ്ട്. ആ പിശാചാണ് നിന്നെ കണ്ണുനീരിന്റെ ആഴങ്ങളിലേക്ക് തള്ളിയിടുന്നത്. മനസ്സിലായി? ഹല്ലേലൂയ പറഞ്ഞാൽ മതി. സ്വത്രം ദൈവത്തെ മറന്നാൽ ദൈവം കീറിക്കളയുമെന്ന് പറഞ്ഞെങ്കിൽ സ്വത്രം നിന്നെ കീറാൻ ദൈവം വരത്തിൽ ആ പിശാചിനെ അതിൽ വിട്ടുകൊടുക്കും. അവൻ നിന്നെ വലിച്ചു കീറി 4 പീസാക്കും. ആ സമയത്ത് നീ പറയത്തോള്, ദൈവം എന്നെ മറന്നു. ദൈവം മറന്നിട്ട് കാലം കുറയായി. കാരണം നീ ദൈവത്തെ ഓർത്തില്ലല്ലോ. നിന്നെ നടത്തിയ വിധങ്ങളും കരുതിയ നന്മകളും നീ ഓർത്തില്ലല്ലോ. ഇന്ന് വരെ നിർത്തിയ നിന്നെ ദൈവമാണെന്നുള്ള ചിന്ത പോലുമില്ലാതെ ദൈവത്തിന് വിരോധമായി സംസാരിപ്പാൻ നിന്റെ നാവ് ചലിച്ചെങ്കിൽ കുഞ്ഞ് നീ രക്ഷപ്പെടത്തില്ല. സർവശക്തനായ ദൈവം നിന്നെ സ്നേഹിച്ചത് നീ വില കൊടുത്തിട്ടല്ല. സ്വത്രം നിന്റെ പണം കണ്ടിട്ടല്ല, നിന്റെ സർട്ടിഫിക്കറ്റ് കണ്ടിട്ടല്ല, നിന്റെ കുടുംബമാഹാത്മ്യം കണ്ടിട്ടല്ല. നിന്റെ ഉടഞ്ഞും തകർന്നും നുറുങ്ങി വരുന്ന ഒരു കാലമുണ്ട് നിനക്ക്. ഒരു നല്ല വസ്ത്രമില്ലാതെ ഇരുന്ന ഒരു കാലമുണ്ട്, നല്ലൊരു ആഹാരമില്ലാതിരുന്ന കാലമുണ്ട്. ആ കാലത്ത് ആരും സഹായിപ്പാനില്ലാതെ എല്ലാവരും എന്നെ
മറന്നിരിക്കുന്നു, എന്റെ അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എനിക്ക് ആരുമില്ല ദൈവമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച നിലവിളിയുടെ കാലമുണ്ടല്ലോ, അത് ഓർത്തിട്ട് സ്വർഗം നിന്നെ ഉയർത്തിയപ്പോ നീ ആ ദൈവത്തെ മറന്നതുകൊണ്ടാ ഇപ്പൊ നീ കരയേണ്ടി വന്നത്. ഇപ്പൊ നിന്റെ കരത്തിൽ ചോറിനേക്കാൾ നല്ല ആഹാരത്തെക്കാൾ കൂടുതലിരിക്കുന്ന ഗുളികയാ. സ്വത്രം. ഇത് തിന്നില്ലാത്ത രോഗം നിന്നെ കടന്നു പിടിച്ചിട്ട് ഇപ്പൊ നിനക്ക് ശ്വാസം മുട്ടുകയാ. അപ്പോഴാണ് പ്രവാചകനെ പിശാച് ബന്ധിച്ചു. നിന്നെ പിശാചിന് പോലും വേണ്ട. സ്വത്രം. കാരണം പിശാച് പറഞ്ഞാലും നീ കേൾക്കാത്തത് കൊണ്ട് പിശാച് നിന്നെ തള്ളിക്കളഞ്ഞ് ഇപ്പൊ കിടന്ന് ഞരങ്ങുക. ഇപ്പൊ കിടന്ന് ഞരങ്ങുക. സ്വത്രം. എന്നെ ഒരു ഫോണിനകത്ത് ഒരു അമ്മച്ചി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ 49 വർഷമായിട്ട് ഞങ്ങൾ ദൈവത്തെ സേവിക്കുന്നവരാ. ഞങ്ങൾ നല്ല കാര്യം. സ്വത്രം. പാസ്റ്ററെ അതല്ല പ്രശ്നം. പിന്നെന്താ പ്രശ്നം? അതിന്റെ മക്കളുടെ പ്രശ്നം. എന്നാ മക്കളുടെ പ്രശ്നം പറ. അത് കൊച്ചുമക്കളുടെ പ്രശ്നം. കൊച്ചുമക്കളുടെ പ്രശ്നം പറ. സ്വത്രം. പ്രശ്നമൊന്നുമില്ല. സ്വത്രം. ഒരു പ്രശ്നമില്ല. സ്വസ്ഥതയില്ല. സ്വത്രം. 49 വർഷം ദൈവത്തെ സേവിച്ചിട്ട് അമ്മച്ചിക്ക് സ്വസ്ഥതയില്ലെന്ന്, സമാധാനമില്ലെന്ന്, കൊച്ചുമക്കൾ വഴിതെറ്റി നടക്കുന്നെന്ന്, അവരെ വിദ്യാഭ്യാസം ശരിയാവുന്നില്ലെന്ന്, മക്കളും മരുമക്കളും വിദേശ രാജ്യത്ത് ഇഷ്ടം പോലെ പണം ഉണ്ടാക്കി കൊടുത്തിട്ടും അപ്പച്ചനും അമ്മച്ചിക്കും സമാധാനമില്ല. സ്വത്രം. എന്താ കാര്യം? നടത്തിയ വിധങ്ങളെ, കരുതിയ നന്മകളെ മറന്ന് ഇപ്പൊ താൻ എന്തോ ആണെന്നൊരു തോന്നല് വന്നിട്ട് ദൈവദാസനോട് സംസാരിക്കുമ്പോ പോലും തങ്ങളെന്ന ഞാനെന്ന ഭാവം പിടിച്ചോണ്ട് മറ്റുള്ളവർ ഏറ്റവും മോശപ്പെട്ടാണെന്ന ചിന്താഗതിയിൽ സംസാരിക്കുന്ന സംസാര രീതി. മാത്രം. അമ്മച്ചിക്ക് 67 വയസ്സ്, അപ്പച്ചന് 72 വയസ്സ്. കുഴിയിലോട്ട് കാല് കിട്ടി ദിവസം നോക്കിയിരിക്കുക. അപ്പോൾ അഹങ്കാരം മാറിയിട്ടില്ല. മാത്രം. ഞാനിങ്ങനെ ചോദിച്ചു, അമ്മച്ചിയുടെ കഴിഞ്ഞ കാലം അമ്മച്ചി ഒന്ന് ഓർത്തു നോക്ക്. ഉടനെ അമ്മച്ചി പറഞ്ഞു, വലിയ കഷ്ടത്തിൽ നിന്ന് കയറി വന്നതാ. എന്നിട്ടാണോ ഇപ്പൊ അഹങ്കാര ചിന്ത? ആ കഷ്ടം ഇനിയും വരുന്നതിന് മുമ്പ് അങ്ങ് താഴ്ത്തി കൊടുത്തോ. സ്വത്രം. എന്റെ ദൈവം കഷ്ടത്തിൽ വിട്ടിട്ട് പരിശോധിച്ചിട്ട് കൊള്ളാവുന്നവനാക്കുന്നവനല്ല, ആ കഷ്ടത്തിൽ നിന്ന് പൂർണ്ണമായി വിടുവിക്കുന്നവനാ. ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവമുഖത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ പിൻപറ്റുവാൻ നാം തയ്യാറാകുമെങ്കിൽ ഒരനർത്ഥവും വന്നു ഭവിക്കത്തില്ല. അമേരിക്കയിൽ നിന്നൊരു പ്രിയപ്പെട്ട സഹോദരി എന്നെ വിളിച്ചിട്ടുണ്ട്, പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു. അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലുണ്ടായി. സ്വത്രം. വീടിനകത്ത് സമാധാനമുണ്ടായി. സുഖമായ ഒരു ഉറക്കം കിട്ടി. ഒടുവിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ദൈവസഭയിൽ പോയി ദൈവദാസന്മാർക്ക് കീഴ്പ്പെട്ട് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്ക്, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. ഞങ്ങൾ എവിടെ പോകണം പാസ്റ്റർ? ഞാനൊരു സഭ കാണിച്ചു കൊടുത്തു. സ്വത്രം. ആ സഭയിൽ 4 ആഴ്ച പോയപ്പോ വീടിനകത്ത് നല്ല സമാധാനവും സന്തോഷവും ഉണ്ട്. ആ സമാധാനവും സന്തോഷവും സ്വത്രം അവരുടെ ജീവിതത്തിൽ നിന്ന് പാസ്റ്റർ അവരെ കൊണ്ടുവരും. വണ്ടിക്കകത്ത് കൊണ്ടുവരാൻ അവർക്ക് പോകാൻ വാഹനമില്ലാത്തതുകൊണ്ട് അത്ര നല്ലൊരു ദൈവദാസൻ പ്രശ്നങ്ങളുടെ നടുവിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ വീടിനകത്ത് സമാധാനമുണ്ടായി. അല്പകാലം കഴിഞ്ഞു. സ്വത്രം. മൊബൈലിൽ വന്ന ഒരു മെസ്സേജ് കാരണം മോള് പള്ളി പോക്ക് നിർത്തി. സ്വത്രം. മാനസികമായി തകർന്ന ഒരു പെങ്കൊച്ചായിരുന്നു. അവൾ ദൈവത്തിന്റെ മഹത്വം കണ്ടപ്പോൾ മാനസിക തകർച്ച മാറി, സ്വബോധം വന്നു. 4-5 ആഴ്ച ചർച്ചയിൽ പോയപ്പോഴത്തേക്ക് സാഹചര്യങ്ങൾ മാറി. പിന്നെ മൊബൈലിൽ കുത്തു തുടങ്ങി. ഒടുവിൽ മൊബൈലിൽ കണ്ട ഒരു സാധനം ഒരു പഠിത്തം അങ്ങ് പഠിക്കാൻ തുടങ്ങി. ആ മൊബൈലിനകത്തൂടെ പിശാച് കയറി. സ്വത്രം. ഒടുവിൽ അവൾക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല. നഷ്ടപ്പെട്ടു പോയ പിശാച് വീണ്ടും തിരിച്ച് അവിടെ കയറി വന്നു. സ്വത്രം. ഒടുവിൽ എന്ത് സംഭവിച്ചു? വീണ്ടും എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞ സഹോദരി, കുഞ്ഞെ, സഹോദര, ശ്രദ്ധിക്കാനും അനുസരിക്കാനും മനസ്സില്ലെങ്കിൽ പിശാച് കൊണ്ടുപോകും, സൂക്ഷിച്ചോ. സ്വത്രം. ദൈവം താൻ സ്നേഹിക്കുന്ന മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണിനും കാണാത്തതാ, ഒരു ഹൃദയത്തിലും തോന്നാത്തതാ. അങ്ങനെയുള്ള നാളുകളായി നഷ്ടപ്പെട്ട് കിടന്ന സന്തോഷവും സമാധാനവും തിരികെ കൊടുത്ത് ആ കുടുംബത്തെ നേരായ പാതയിൽ നടത്തുവാൻ സ്വർഗം ദൂതനെ അയച്ച്, വഴികൾ ശുഭമായപ്പോൾ ദൂതനെ മറുതലിച്ച്. സ്വത്രം. ദൂതനെ മറുതലിച്ചു. ആരാ ദൂതൻ?
സ്വത്രം ചിറക് വിരിച്ചിങ്ങനെ പറന്നു വരുന്ന കരൂപല്ല, ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയപ്പെട്ട അഭിഷക്തനായ ദൈവദാസൻ. ആ ദേവദാസൻ ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കും, അവരെ ചർച്ചിൽ കൊണ്ടുവരും, അവരുടെ കഷ്ടങ്ങൾക്ക് താങ്ങും തണലുമായി കൂടെ നിന്ന് ആ വീടിനകത്ത് സന്തോഷത്തിനും ഉല്ലാസത്തിനും ജയം പൊങ്ങി. യായി കയറിയപ്പോ അത് പിശാചാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പോകല്ലേ, മഹത്വം ദൈവത്തിന് കൊടുക്കുക. കേട്ടില്ല. പത്രം ഒടുവിൽ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞ് പാസ്റ്ററിന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞ് അനുസരണം കെട്ടവരുടെ മേൽ ദൈവകോപം വരുമെന്ന് ചേച്ചി വായിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് ദൈവകോപമാണ്. സ്വത്രം. ഇത് കേൾക്കുമ്പം ഇന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞ ഒരു ആന്റിയെ കുറിച്ച് ഓർക്കുക. ഞാനും സുരേഷ് ഏട്ടനും കൂടെ ഇവിടെ ഹൈവേയിൽ പോയപ്പം ആന്റിയോട് ആരോ പള്ളിയിൽ ചെന്നപ്പോൾ ഒരു ദൂത് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ലൈവിലൂടെ ഞാനൊരു കാര്യം പറഞ്ഞു, ദൈവത്തെ അനുസരിച്ച് ദൈവവചന പ്രകാരം യാത്ര ചെയ്തില്ലെങ്കിൽ നീ വഴിയിൽ പട്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം മദ്രാസിൽ ഇരുന്നൊരു അമ്മച്ചി എന്നോട് പറഞ്ഞു, പാസ്റ്ററിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനിങ്ങനെ പറഞ്ഞു, അമ്മച്ചിയുടെ മൂത്ത മോനെ ഓർത്ത് അമ്മച്ചി ശക്തമായി പ്രാർത്ഥിച്ചോണം. പിശാച് വഴിയിൽ കെടുത്തിക്കളയാൻ പദ്ധതി ഒരുക്കുന്നുണ്ട്. അമ്മച്ചി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഞാനത് ലൈവിലൂടെ പറഞ്ഞ് ഈ ആന്റി കേട്ടപ്പോൾ ആന്റിക്ക് ഒരു പപ്പടം, ആന്റിയുടെ മക്കൾക്ക് പ്രശ്നം വരുമോ? ഇന്ന് പള്ളിയിൽ ചെന്നപ്പം ഏതോ ഒരു ദേവദാസൻ വന്ന് തലയൊക്കെ വെച്ചിട്ട് പറഞ്ഞ്, അനർത്ഥം നിന്റെ ഭവനത്തിനകത്ത് കടന്നു വരുന്നതിന് നെടുമ്പാട് വീണോളാൻ. അപ്പൊ ആന്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ? പാസ്റ്ററെ, വേദനിപ്പിക്കുന്ന ദൂത് പറയല്ലേ, ഞങ്ങൾ വരുന്ന ഇച്ചിരി സന്തോഷിക്കാനാ. നമ്മൾ എന്തിനാ വരുന്നേ? സന്തോഷിക്കാൻ. എന്തിനാ പള്ളി വരുന്നേ? അടിച്ചു പൊളിക്കാൻ. എന്തിനാ പള്ളി വരുന്നേ? ലൈൻ അടിക്കാൻ. എന്തിനാ പള്ളി വരുന്നേ? കമ്മിറ്റി കൂടാൻ. എന്തിനാ പള്ളി വരുന്നത്? സ്വന്തം ജാട കാണിക്കാൻ. എന്തിനാ പള്ളി വരുന്നത്? ഞാൻ വലിയവനാണെന്നും മറ്റുള്ളവൻ ചെറിയവനാണെന്നും വരുത്തി തീർക്കാൻ. എന്തിനാ പള്ളി വരുന്നത്? പാസ്റ്ററെ ചോദ്യം ചെയ്യാൻ. ദൂത് പറഞ്ഞപ്പോ ആന്റിയുടെ ഹൃദയത്തിനകത്തങ്ങ് വേദനയായി. തലമുറയെ സൂക്ഷിച്ചോളാൻ പറഞ്ഞ ആന്റിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരുപാട് പേര് ഫോൺ വിളിക്കുമ്പോ പറയും, ഞാൻ പറയും ആന്റി ഇങ്ങനെയാണ് കുഞ്ഞ്, ചേട്ടാ ഇങ്ങനെയാണ് കുഞ്ഞ്, അമ്മച്ചി ഇങ്ങനെയാണ് കുഞ്ഞ്, അതുകൊണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. അപ്പോഴൊക്കെ പറയും, എന്റെ കുഞ്ഞോ പാസ്റ്റർ പറയുന്ന പോലൊന്നുമല്ല, അവനെ പോലെ അനുഗ്രഹിക്കപ്പെട്ട, അവനെ പോലെ തങ്ക സ്വഭാവമുള്ള, അവനെ പോലെ ദൈവഭയമുള്ള. ഒരാഴ്ച ഇല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ അവര് തന്നെ വിളിച്ചിട്ടുണ്ട്, എന്റെ പൊന്നു പാസ്റ്ററേ, സോറി പാസ്റ്ററേ, ഞങ്ങൾക്ക് തെറ്റുപറ്റി, പാസ്റ്റർ പറഞ്ഞതാ ശരി. സത്യം സത്യമായി വിളിച്ചു പറയുന്നവരെ ആരും അംഗീകരിക്കത്തില്ല. സത്യം സത്യമായി വെളിപ്പെടുത്തുന്ന ദൈവദാസന്മാരെ ആരും അംഗീകരിക്കത്തില്ല. സ്വത്രം. നിന്നെ ആ ഭൂതം, ഈ ഭൂതം, മറ്റേ ഭൂതം, മറിച്ച ഭൂതം എന്ന് പറഞ്ഞ് നിന്റെ മേളിൽ വ്യാപരിച്ചിരിക്കുന്ന അന്ധകാര ശക്തി എന്ന് പറഞ്ഞ് നിന്നെ കറക്കി മയക്കി അടിച്ച് നിന്റെ പോക്കറ്റിലെ പണം അടിച്ചിട്ട് പോകുന്ന കള്ളന്മാരെ ഇഷ്ടമാണ്. പത്രം. എന്നെ കേൾക്കുന്ന ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, ഇസ്രായേലിന് ആഭിചാരം ഫലിക്കത്തില്ലെന്ന് വിശുദ്ധ തിരുവഴുത്തിൽ സർവശക്തനായ ദൈവം ആത്മാവിൽ പ്രവചിച്ചെങ്കിൽ നീ ഒരു ദൈവ പൈതലായി ഇരിക്കുന്നിടത്തോളം കാലം നീ തോറ്റുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. എപ്പോ നീ ദൈവസേന വിട്ട് അകന്നു പറഞ്ഞോ, ആ സമയത്ത് പിശാചിനെ നശിപ്പിക്കും. ഒരു കാര്യം ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. യോബിന്റെ നന്മ കണ്ടപ്പോ സ്വത്രം പിശാചിന് ഇഷ്ടപ്പെട്ടില്ല. സ്വത്രം. പിശാച് നേരെ ദൈവത്തിന്റെ അടുക്ക ചെന്നു. എന്തിനാ ദൈവത്തിന്റെ അടുക്ക ചെന്നത്? സ്വത്രം. ഇവനെ കുറിച്ചൊരു ദൂഷണം പറയാനാ ചെന്നത്. സ്വത്രം. നോക്ക്, ദൂതന്മാരുടെ കൂട്ടത്തിൽ ഈ സാത്താൻ നിൽക്കുന്ന കണ്ടപ്പോ നേരെ കർത്താവ് വന്നിട്ട് ഈ സാത്താൻ വയ്ക്കുന്ന, നീ എന്റെ ദാസനായ യോബിനെ നോട്ടം ഇട്ടോ. സ്വത്രം. നോക്ക്, ആ പിശാച് പറഞ്ഞൊരു വാക്ക്, ഞാൻ എങ്ങനെ നോക്കാനാ? നോക്കിയെന്നുള്ള സത്യമാണ്, പക്ഷെ നോക്കിയാലും ഒരു പ്രയോജനമില്ല. അതെന്നാടാ കുഞ്ഞേ? സ്വത്രം. അവന് നീ ചുറ്റും വേലി കെട്ടിയേക്കുമല്ലയോ, പിന്നെ എങ്ങനെ എനിക്ക് അവനെ നോക്കാൻ പറ്റും, തൊടാൻ പറ്റും? സ്വത്രം. അഗ്നി മതിൽ കൊണ്ട് നീ കാവൽ നിർത്തിയേക്കല്ലോ ദൂതഗണത്തെ. സ്വത്രം. നീ ആ വേലി ഒന്ന് പൊളിക്ക്, ഞാൻ കാണിച്ചു തരാം അവൻ നിന്നെ തള്ളി പറയുന്നത്. സ്വത്രം.
സ്വത്രം നോക്ക്, നിന്നെ കൊണ്ട് ദൈവത്തെ തള്ളിപ്പറയിക്കാൻ പിശാച് ലോകത്തിന്റെ സകല മോഹങ്ങളുമായിട്ട് നിന്റെ അടുക്കൽ വരും. കുഞ്ഞെ, അത് കാണുമ്പോ നീ ദൈവത്തെയും ദൈവവചനത്തെയും ദൈവസഭയെ വിട്ടേച്ച് ലോകത്തിന്റെ പുറകെ പോയാ ഇവിടെ പലരും കിടന്ന് അനുഭവിക്കുന്നവർ നീയും അനുഭവിക്കും. സ്വത്രം. ആ പിശാച് പറഞ്ഞ വാക്ക് കേട്ടപ്പോ ഇയ്യോബിനെ കുറിച്ച് ദൈവം ഒരു ദൂത് പറഞ്ഞു. എടാ ലൂസിഫർ, എടാ പിശാചേ, അവനെ നേരുള്ളവനാ, അവനെ നിഷ്കളങ്കനാ, അവനെ ദോഷം വിട്ടകന്നവനാ, അവനെ എന്റെ ദാസന. ചുമ്മാതാണോ? ഇതൊക്കെ നീ അവന് കൊടുത്തേക്കുന്നുണ്ടാ? ദൈവത്തെ പറഞ്ഞു, ഇതാ നിന്റെ മുമ്പിൽ ഇപ്പോണ്ട്, നിനക്ക് എന്ത് വേണേലും ചെയ്യാം, പക്ഷെ അവന്റെ പ്രാണനെ തുടരുത്. സ്വത്രം. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന കൂടപ്പുറപ്പുകളെ, നിങ്ങളുടെ ആയുസിന്റെ വില, നിങ്ങളുടെ ജീവന്റെ വില മുഴുലോകത്തേക്കാൾ വലിയതാ. അത് തന്നത് സർവശക്തനായ ദൈവമാ. അവൻ അനുവദിക്കാതെ നിന്റെ പ്രാണനെയോ നിന്റെ തലയിൽ ഒരു മുടിനാരിനെ തൊടാൻ ദൈവം വിടത്തില്ല. ദൈവം നിന്നെ സൂക്ഷിച്ചിരിക്കുന്ന അങ്ങനെ. പിശാച് ആവതോളം പരിശ്രമിച്ചു, എല്ലാ മേഖലകളിലും അവൻ തൊട്ടു. ഇയ്യോബിന്റെ ശരീരം മുഴുവനും വ്രണം കൊണ്ട് മൂടി. ഒടുവിൽ ഇയ്യോബിന്റെ വാക്ക് കേട്ടപ്പോ പിശാച് പോലും കരഞ്ഞുപോയി. എന്നിട്ട് അവൻ അടങ്ങിയോ? ഇല്ല. ഒടുവിൽ അവന് മനസ്സിലായി, ഇനി ആര് പറഞ്ഞാലും അവൻ ദൈവത്തെ തള്ളി പറയത്തില്ല. ഒടുവിൽ അവന്റെ പെണ്ണുപിള്ളെ കൂട്ടുപിടിച്ചു. സ്വത്രം. അവന്റെ പെണ്ണുപിള്ളെ കൂട്ടുപിടിച്ചിട്ട് പെണ്ണുപിള്ള വന്ന് പറഞ്ഞ കാര്യം കേട്ടാൽ തന്നെ എന്ത് ചെയ്യും? നമ്മൾ ഇട്ടേച്ചോടും. സ്വത്രം. എന്താ പറഞ്ഞേ? മനുഷ്യ, നിങ്ങൾ ദൈവം തന്നു ദൈവം തന്നു ദൈവം തന്നു എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ അതെല്ലാം പോയില്ലേ? ഇനി ആരെ നോക്കിയാ നിങ്ങൾ ഈ ചൊറിയും കുത്തി ഇരിക്കുന്നത്? നിങ്ങളെ പക്വതയെ മുറുകെ പിടിച്ചോണ്ടല്ലേ നിങ്ങൾ ചാവാതിരിക്കുന്നത്? എന്തിനാ ഈ വ്രണം ബാധിച്ച ശരീരമായി? എനിക്ക് നിങ്ങളെ കാണുമ്പോൾ അറപ്പാകുന്നു. നിങ്ങളുടെ അടുത്തോട്ട് എനിക്ക് വരാൻ പറ്റുന്നില്ല, വാട കാരണം. ഇപ്പൊ ചത്തൂടെ? സ്വത്രം. ഇതിലും വലുതാ നമ്മുടെ സഹോദരിമാര് പറയുന്നത്. സ്വത്രം. വേറെ ചില ഭാഷയോട് കൂട്ടി പറയും. സ്വത്രം. പക്ഷെ ഇയ്യോബ് പറഞ്ഞ എങ്ങനെയാ? ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കാതെ. സ്വത്രം. ഉടനെ ഇയ്യോബിന്റെ ഭാര്യ പറയാ, നോക്ക്, ദൂതന്മാരിറങ്ങി നമ്മുടെ കാളയെയും നമ്മുടെ പശുവിനെ ഒക്കെ കൊണ്ടുപോയി, ദൂതന്മാരിറങ്ങി നമ്മുടെ മക്കളെ കൊന്നു കളഞ്ഞു, ദൂതന്മാരിറങ്ങി നമ്മുടെ സകല സമ്പത്ത് നശിപ്പിച്ചു, എന്നിട്ട് നിങ്ങൾ ഈ ദൈവത്തെ മുറുകെ പിടിച്ചേക്കാണോ? സ്വത്രം. ഇയ്യോബ് പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? യഹോവ തന്നു. നമ്മൾ ഇന്നലെ വരെ അനുഭവിച്ചത് ദൈവം തന്നതാ. അവൻ ഇഷ്ടമുള്ളതുപോലെ അവൻ ചെയ്യും. ഞാനത് ചോദ്യം ചെയ്യാൻ അവകാശമല്ല. ഞാൻ ഇങ്ങനെ തന്നെ ഇല്ലാതായാലും ദേഹസഹിതനായി ഞാൻ എൻ്റെ പ്രിയനെ കാണും. രോഗം ബാധിച്ച ശരീരവുമായി ഞാൻ ദൈവത്തിന്റെ അടുക്ക ചെല്ലുമെന്നല്ല പറഞ്ഞത്. രോഗമില്ലാത്ത തേജസ്സുള്ള ശരീരത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ കാണുമെന്ന്. സ്വർഗത്തിൽ കേട്ടുകൊണ്ടുന്ന ദൈവം ആശാരിയുടെ ഭാഷയിൽ എടുത്ത് യോബിന് മുമ്പിൽ ചാടി. സോറിടാ മോനെ, യോബേ, ഇത്രയും വലിയ വിശ്വാസവും ഞാൻ ആരിലും കണ്ടിട്ടില്ലടാ. ഉണ്ടായിരുന്ന ഇരട്ടി കൊടുത്തെന്ന. സ്വത്രം. ഇതാ ദൈവം. സ്വത്രം. ഇതാ ദൈവം. ഈ ദൈവത്തിന് നീ കൊടുക്കുന്ന മഹത്വമേ അതൊരിക്കലും പാഴല്ല. ഈ ദൈവത്തിന് നീ കൊടുക്കുന്ന ആരാധന ഉണ്ടല്ലോ, അത് അനുഗ്രഹമായി നിന്റെ മേൽ വരും. ഉപദേശി മൈൻഡ് ചെയ്തില്ല, വിശ്വാസി മൈൻഡ് ചെയ്തില്ല, സ്വന്തം പള്ളിയുടെ ട്രസ്റ്റി മൈൻഡ് ചെയ്തില്ല, സെക്രട്ടറി കണ്ടിട്ട് മിണ്ടിയില്ല എന്ന് പറഞ്ഞ് പിണങ്ങി പോവാതെ ദൈവത്തിന് സന്നിധിയിൽ ഉറപ്പോടെ നില്ല്. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവരെന്ന് പറ. സ്വത്രം. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. സ്വത്രം. ദൈവത്തെ കുറ്റം പറയാതെ, ദൈവത്തെ പരിഹസിക്കാതെ, ദൈവമുണ്ടോന്ന് ഛേദിച്ച് മാറി അകന്നു പോകാതെ ദൈവ ഇഷ്ടം ചെയ്യുക. നിന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നീ പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ, സ്വർഗത്തിലെ നിന്നെ നിന്റെ കുഞ്ഞുങ്ങളെ ഉയർത്തി മാനിക്കും. ബെലയാം തോറ്റുപോയെങ്കിൽ, ബാലാക്ക് ജയിച്ചെങ്കിൽ, ദൈവജനം ദൈവത്തെ മറന്ന് ജീവിക്കേണ്ടി വന്നതുകൊണ്ട് അവർ അടിമകളായി വീണ്ടും ശാപത്തിന്
പാപത്തിലും വീണ് തകർന്നുപോയി. അവരുടെ ഇടയിൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു. അവർ ലോകത്തിന് മുമ്പിൽ നിലവിളിച്ചുകൊണ്ട് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അലഞ്ഞു നടക്കേണ്ടി വന്നു. ഈ രാത്രിയിൽ ഞാൻ വ്യക്തമായി പറയട്ടെ, അനേക മാതാപിതാക്കൾ സ്വത്രം ഇന്ന് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിരാശയോടെ നിലവിളിക്കുമ്പോൾ, എവിടെ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരാശ്വാസവും ഒരു നല്ലൊരു ഭാവിയും കിട്ടുമെന്ന് പറഞ്ഞ് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറ് ഓടി നടന്ന് സ്വത്രം പലരെയും വിളിച്ച് പ്രാർത്ഥിപ്പിച്ച് ഒരു അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, ഈ മെസ്സേജുകൾക്ക് നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എങ്ങും ഓടണ്ട. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് കയറി കണ്ണുനീരോടെ മുഴങ്കാലും അടക്കി നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുക. ഞായറാഴ്ച പ്രഭാതത്തിൽ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്ക്. നടത്തി വിധങ്ങളും കരുതി നന്മകളും ഓർത്ത് ദൈവപാദപ്പെടുത്തിന് താഴ്ത്തിക്കൊടുക്ക്. നീ ഉയർത്തപ്പെടും, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. പകരം ലോകം പറയുന്നതിന്റെ പിന്നാലെ നീ പോയാ നിന്റെ വാർദ്ധക്യകാലം യാക്കോബ് പറഞ്ഞതുപോലെ ദുഃഖത്തോടെ കഴിച്ചു കൂട്ടേണ്ടി വരും. സ്വന്തം ദുഃഖത്തോടെ കഴിച്ചു കൂട്ടേണ്ടി വരും. ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിയിട്ട് കുഞ്ഞേ, നീ ഒരു നിന്ദിതനായി തീരാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിയിട്ട് കുഞ്ഞേ, നീ ഒരു രോഗിയായി കിടക്കാനല്ല ദൈവം വിളിച്ചത്. ദൈവത്തിന്റെ മഹത്വം കണ്ടുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ തന്റെ ഭക്തന്റെ മരണം ഒരു ഉറക്കം പോലെ നീ ആഗ്രഹിച്ചതും ചിന്തിച്ചതും നനച്ചതും ഉപരിയായി സ്വർഗം നിന്നെ ഉയർത്തി മാനിക്കുന്നതോടൊപ്പം ആരും അറിയാതെ സ്വർഗത്തിലേക്ക് നീ പോകും. സ്വന്തം സ്വർഗം നിന്നെ കൊണ്ടുപോകും. ആ ഒരു ശുഭയാത്രയ്ക്ക് വേണ്ടി ദൈവത്തിന് മഹത്വമുള്ളവരും മഹത്വമുള്ളവരായി നമുക്ക് ഒരുക്കണം. ഈ വചനങ്ങളെ സ്വർഗം നമ്മെ